ഹായ് നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അടുത്തതാണ് ചതുരം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. നോക്കൂ, നമുക്കറിയാം എന്താണ് ചതുർഭുജം എന്ന് പറഞ്ഞാൽ സമചതുരമാണ്. ചതുർഭുജം 4 വശങ്ങളും തുല്യമായതാണ് ഒരു സമചതുരം എന്ന് പറയുന്നത്. ഇതൊരു ചതുർഭുജമാണ്. ഇതിൻ്റെ പ്രത്യേകത 4 വശങ്ങളും 4 കോണുകളും തുല്യമായിരിക്കും. സമചതുരത്തിൻ്റെ 4 വശങ്ങളും 4 കോണുകളും തുല്യമായിരിക്കും എന്നതാണ്. ഇനി ഇതിൻ്റെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് എന്നതുകൊണ്ട് സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 2 വശങ്ങൾ നീളവും വീതിയും ഗുണിക്കുന്നതാണ് അതിൻ്റെ പരപ്പളവ് എന്നതുകൊണ്ട് രണ്ടും തുല്യമായതിനാൽ a² ആണ് അതിൻ്റെ പരപ്പളവ് കണ്ടെത്താനുള്ള സമവാക്യം. അതുപോലെ സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം, പെരിമീറ്റർ കാണാനുള്ള സമവാക്യം 4 വശങ്ങളും a ആണ്, 4ഉം തുല്യമാണ്. അതുകൊണ്ട് ചുറ്റളവ് കാണാനുള്ള സമവാക്യം 4a ആണ്. ഇത് പരപ്പളവ്, ഇത് ചുറ്റളവ്. ഇനി നമുക്കറിയാം ഇതിൻ്റെ വികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ, അതായത് ഇങ്ങോട്ട് വരക്കുന്ന വര. നമുക്കറിയാം ഇതാണ് അതിൻ്റെ വികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വികരണം കാണാൻ പറഞ്ഞാൽ അത് കണ്ടെത്തേണ്ട സൂത്രവാക്യം, വികരണത്തെ നമുക്ക് ഡയഗണൽ എന്ന് പറയുന്നു. അപ്പോൾ d = √2 × a. √2നെ ഒരു വശത്തിൻ്റെ അളവ് കൊണ്ട് ഗുണിച്ചാൽ സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെ വികരണം കാണാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സമചതുരത്തിൻ്റെ വികരണത്തെ അടിസ്ഥാനമാക്കി വരക്കുന്ന മറ്റൊരു സമചതുരം, അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇതാണ് ഇതിൻ്റെ വികരണം. ഈ വികരണത്തെ അടിസ്ഥാനമാക്കി വരക്കുന്ന ചതുരം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക? ഒരു വശം ഇതായിരിക്കും, ബാക്കി അടുത്ത വശം ഇങ്ങനെ വരുന്നു. എങ്ങനെയായിരിക്കും രണ്ടാമത്തെ സമചതുരം? അപ്പോൾ ചോദിച്ചെന്താണ്? ഒരു സമചതുരം തന്നു, അതിൻ്റെ വികരണത്തെ അടിസ്ഥാനമാക്കി വരക്കുന്ന രണ്ടാമത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അവ തമ്മിലുള്ള ബന്ധം? അപ്പോൾ നോക്കൂ, ഇവിടെ ഈ വശം, ഇതേ വശം തന്നെ ഇവിടെ വരുന്നു. അപ്പോൾ നോക്കൂ, ഈ വശം ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നോടുകൂടെ ഈ വശം ഇവിടെ വന്നു. അപ്പോൾ തന്നെ ഈ വികരണത്തിൽ വരച്ചിരിക്കുന്ന ഒരു സമചതുരത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ പരപ്പളവ് പൂർണ്ണമായി. അതേപോലെ ഒരു ഭാഗം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൽ വച്ചിരിക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ, പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ ഇരട്ടിയായിരിക്കും. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ വികരണത്തിൽ വരച്ചിരിക്കുന്ന രണ്ടാമത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം. ഇവിടെ വശം വന്നു, ഇതേ വശം ഇവിടെയും വന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചതുരം പൂർത്തിയായി, സമചതുരം പൂർത്തിയായി. അതുപോലെ ഈ ഭാഗം കൂടി വരുന്നു, അപ്പോൾ ഇരട്ടിയായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ദീർഘചതുരം. ഇതിൻ്റെ നീളത്തെ നമ്മൾ L എന്ന് സൂചിപ്പിക്കുന്നു, വീതിയെ B എന്ന് സൂചിപ്പിക്കുന്നു, ബ്രെഡ്ത്ത്. അപ്പോൾ ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് ഇവിടെ ഒരു നീളമുണ്ട്, അതുപോലെ ഒരു നീളം ഇവിടെ ഉണ്ടാകും. അപ്പോൾ 2L. ഇവിടെ ഒരു വീതിയുണ്ട്, ഇവിടെ ഒരു വീതിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നീളത്തെ വീതി കൊണ്ട് കൂട്ടുക, അല്ലെങ്കിൽ നീളവും വീതിയും കൂട്ടുക, അത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് കാണാം. അപ്പോൾ ചുറ്റളവ് എത്രയായിരിക്കും? 2 × L + B ആയിരിക്കും. ഇതായിരിക്കും ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ്. ഇനി ഒരു ദീർഘചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? പരപ്പളവ് നമുക്കറിയാം, നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുന്നതാണ് പരപ്പളവ്. നീളം L ആണ്, വീതി B ആണ്. അപ്പോൾ പരപ്പളവ് എന്തായിരിക്കും? LB ആയിരിക്കും. ഒരു ദീർഘചതുരത്തിൻ്റെ
പരപ്പളവ് കണ്ടെത്താനുള്ള സൂത്രവാക്യം LB ആയിരിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് വികർണം. വികർണം കണ്ടെത്താനുള്ള സമവാക്യം, വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ്, D ആണ്, അതായത് L² പ്ലസ് B². അതായത് നീളത്തിൻ്റെ വർഗത്തെ വീതിയുടെ വർഗവുമായി കൂട്ടുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് ദീർഘചതുരത്തിൻ്റെ ഡയഗണൽ കണ്ടെത്താനുള്ള മാർഗം. മുൻ വർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കാം. 120 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ദീർഘചതുരത്തിൻ്റെ നീളം 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി എത്ര? അപ്പോൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ദീർഘചതുരത്തിൻ്റെ ചുറ്റളവാണ്. അപ്പോൾ ചുറ്റളവ് 120 സെൻറ്റിമീറ്റർ ആണ്. 120 സെൻറ്റിമീറ്റർ. നോക്കൂ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? നീളത്തെ വീതി കൊണ്ട് കൂട്ടി അത് 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ ഞാൻ വളരെ സ്ലോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അതായത് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ്. അതെത്രയാണ്? 120 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ അറിയാം? നീളവും വീതിയും കൂട്ടിയാൽ എത്രയും നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? നീളം പ്ലസ് വീതി സമം എന്തായിരിക്കും? ഈ 2 അങ്ങോട്ട് പോകുന്നു. അപ്പോൾ 120 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 60 ലഭിക്കുന്നു. ഇനി ചോദിച്ചു തന്നിട്ടുണ്ട് നീളം 40 ആണ്. അപ്പോൾ L 40 ആണ്. അപ്പോൾ 40 പ്ലസ് B ആണ് 60. അതായത് B എന്ന് പറയുന്ന വീതി എത്രയായിരിക്കും? 60 മൈനസ് 40 ആയിരിക്കും. അതായത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. മറ്റൊരു ചോദ്യം നോക്കാം. 24 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ച് 35 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ലഭിക്കുന്ന രീതിയിൽ ഒരു ചതുരമുണ്ടാക്കിയാൽ അതിൻ്റെ നീളം എത്ര? ഇത് മുൻ വർഷത്തിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നോക്കാം എന്താ തന്നിരിക്കുന്നത്. ആകെ നീളം 24 സെൻറ്റിമീറ്റർ. കമ്പിയുടെ നീളം 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ 24 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് വളച്ച് ഒരു ചതുരമാക്കി മാറ്റിയത്. അപ്പോൾ ആ ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടി. എത്ര തന്നെയായിരിക്കും? 24. കാരണം എന്താ? ആകെ ഇങ്ങനെ വളച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? അതിന് നീളം എത്രയാണോ അതല്ലേ അത് വളച്ചാൽ കിട്ടുന്ന ചതുരത്തിൻ്റെയും ചുറ്റളവ്. അപ്പോൾ ഇവിടെ ചുറ്റളവ് കിട്ടി. ചുറ്റളവാണ് അപ്പോൾ തന്നിരിക്കുന്നത് എത്ര? 24 സെൻറ്റിമീറ്റർ. പിന്നെന്താ പറഞ്ഞത്? പരപ്പളവ് 35 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ 35 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നീളം ഇൻറ്റു വീതിയാണ്. അതായത് L ഇൻറ്റു B എത്രയായിരിക്കും? 35 ആണ് എന്ന് നമുക്ക് കിട്ടും. കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണല്ലോ. അപ്പോൾ നീളം ഇൻറ്റു വീതിയാണ് 35 എന്ന് പറയുന്നത്. ഇനി ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നീളം കൂട്ടണം വീതി, അതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു L പ്ലസ് B ആണ് എത്ര? 24. അപ്പോൾ L പ്ലസ് B എത്രയായിരിക്കും? L പ്ലസ് B എന്ന് പറയുന്നത് 24നെ 2 കൊണ്ട് ഹരിച്ചായിരിക്കും. അതായത് 12 ആയിരിക്കും. ഇത് നമുക്ക് 1 ആയിട്ട് പരിഗണിക്കാം, ഇത് 2 ആയിട്ട് പരിഗണിക്കാം. ഈ നോക്കി, ഈ 1ഉം 2ഉം എന്താണ്? L ഇൻറ്റു B. ഇത് L പ്ലസ് B. അപ്പോൾ നീളത്തെ വീതി കൊണ്ട് ഗുണിച്ചാൽ 35, നീളത്തെ വീതി കൊണ്ട് കൂട്ടിയാൽ 12. അപ്പോൾ നോക്കൂ, 2 സംഖ്യകൾ, ആ സംഖ്യകൾ ആ ചതുരത്തിൻ്റെ നീളവും വീതിയായിരിക്കും. ആ അളവുകൾ എന്തായിരിക്കണം എന്നിവിടെ പറഞ്ഞു തന്നു. എന്താണ്? ആ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ 35 കിട്ടണം. ആ നീളവും വീതിയും തമ്മിൽ കൂട്ടിയാൽ 12 കിട്ടണം. അങ്ങനെയുള്ള 2 സംഖ്യകളാണ് ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യ ഏതാണ്? സംഖ്യ 7ഉം 5ഉം ആയിരിക്കും. എങ്ങനെ കിട്ടിയത്? ഗുണിച്ചാൽ 35ഉം കൂട്ടിയാൽ 12 ലഭിക്കുന്ന സംഖ്യ ഏതാ?
7ഉം 5ഉം വേറൊരു സംഖ്യയില്ല. അപ്പോൾ 7 × 5 35ആണ്. 7ഉം 5ഉം 12ആണ്. ഇതിൽ ചെറുത് വീതിയായിരിക്കും, വലുത് നീളമായിരിക്കും. അപ്പോൾ നീളം എത്ര കിട്ടി? നീളം എത്രയാണ്? 7 സെൻറ്റിമീറ്ററാണ്. ഈ ക്രിയ ഒന്നുകൂടെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മൾ പ്രാക്ടീസിൽ കൂടെ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ചോദ്യം നോക്കൂ. ദീർഘചതുരാകൃതിയുള്ള ഒരു തോട്ടത്തിന് ചുറ്റും വേലി കെട്ടുന്നതിന് മീറ്ററിന് 60 രൂപ നിരക്കിൽ 14,400 രൂപ ചെലവായി. വീതിയുടെ 2 മടങ്ങാണ് നീളം എങ്കിൽ വീതി എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ആദ്യം നമുക്ക് നോക്കാം. വീതിയുടെ ഇരട്ടിയാണ് നീളം. അപ്പോൾ നമുക്ക് വീതി എക്സ് എടുത്താൽ നീളം എന്തായിരിക്കും? 2x ആയിരിക്കും. വീതി എക്സ് ആണെങ്കിൽ നീളം 2x ആയിരിക്കും. അല്ലെ, ഇരട്ടിയാണല്ലോ. ഒരു കാര്യം കിട്ടി. രണ്ടാമത്തത്, ഇതിന് എത്ര ചുറ്റളവുണ്ട് എന്ന് കിട്ടിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത തെളിയും. ഈ ചുറ്റളവ് എങ്ങനെ കാണുക? നമുക്ക് ചുറ്റളവ് അറിയാം. എന്തായിരുന്നു? നീളം പ്ലസ് വീതി ഗുണിക്കണം 2 അല്ലേ? അപ്പോൾ ആകെ ചുറ്റളവ് എത്ര നമുക്ക് ആദ്യം കിട്ടണം. അപ്പോൾ ചുറ്റളവ് നമുക്ക് കിട്ടാനുള്ളൊരു മാർഗ്ഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു വേലി കെട്ടുമ്പോൾ ചുറ്റളവിലാണല്ലോ കെട്ടുക. അപ്പോൾ മീറ്ററിന് 60 രൂപ നിരക്കിൽ 14,400 രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ ആകെ എത്ര ചുറ്റളവുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ആകെ തുകയെ ഓരോ മീറ്ററിനും ചിലവായ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നോക്കൂ, ആകെ ചുറ്റളവ് എത്രയാണ്? 14,400 ഹരിക്കണം 60. അപ്പോൾ 14,400 ഹരിക്കണം 60, അതായത് 240. 240 മീറ്ററാണ് ഈ തോട്ടത്തിൻ്റെ ചുറ്റളവ്. നമുക്ക് മനസ്സിലായി. കാരണം മീറ്ററിന് 60 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവായിട്ടുണ്ട്? 14,400 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവ് എത്രയാണ്? 240 ആണെന്ന് കിട്ടി. അപ്പോൾ നോക്കാം, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? 2 × നീളം പ്ലസ് വീതിയാണല്ലോ 240. അപ്പോൾ നീളം പ്ലസ് വീതി എത്രയായിരിക്കും? 120 ആയിരിക്കും. നീളം പ്ലസ് വീതി 120 ആയിരിക്കും. കാരണം എന്താ? 2 × നീളം പ്ലസ് വീതി സമം 240 ആണെങ്കിൽ നീളം പ്ലസ് വീതി ഈ 240നെ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 120 ലഭിക്കുന്നു. ഇത് നോക്കൂ, നീളം എന്താണെന്നോ വീതി എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. വീതി എന്താണോ അതിൻ്റെ ഇരട്ടിയാണ് നീളം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നീളം എന്തായിരിക്കും? 2x ആണ്. വീതി എന്താണ്? എക്സും ആണ്. അപ്പോൾ 2x + x 120 ആണ്. അതായത് 2xഉം xഉം കൂടി എത്ര? 3x = 120 ആണ്. അതായത് x എന്ന് പറഞ്ഞാൽ 120 ഹരിക്കണം 3, അതായത് 40 ആണ്. അപ്പോൾ 40 മീറ്ററാണ് ഈ ചതുരത്തിൻ്റെ നീളം എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് കാണിക്കുമ്പോൾ, സ്റ്റെപ്പായി കാണിക്കുമ്പോൾ ഒരു പക്ഷേ വലുതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ടാണ് ഓരോ ചോദ്യങ്ങൾക്കും നാം പരീക്ഷകൾക്ക് ഉത്തരം എഴുതേണ്ടത് എന്നിരിക്കെ ഇത്രയൊക്കെ വിശാലമായി ഇത്രയൊക്കെ വലുതായിട്ടുള്ള രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് ഓരോരുത്തർക്കും കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി വ്യക്തമായി പറയുന്നത് കൊണ്ടാണ് സമയമെടുക്കുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇതിൻ്റെ അടുത്ത ഭാഗമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.